സുരേഷിന്റെ ആന്റണി പെരുമ്പാവൂർ ഈ സംഘടനയിലെ തന്നെ അംഗമാണല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിലൊരു വിഷയം ഉണ്ടായ വിവാദത്തിന് ശേഷം എപ്പോഴെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരത്തിന് ആരുടെയെങ്കിലും ഭാഗത്തൊരു ശ്രമം ഉണ്ടാവുകയും അല്ല, ഞാനങ്ങനെ ശ്രമിച്ചുമില്ല. എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് ഇത് ചെയ്തിട്ടല്ലല്ലോ പുള്ളി പോസ്റ്റ് ഇട്ടു. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തിനാണ് പുള്ളിയെ വിളിച്ചിട്ട് പോസ്റ്റ് പിൻവലിക്കണമെന്ന് ഞാൻ പറയാം. എൻ്റെ ആവശ്യമില്ല, അതെൻ്റെ സംഘടനയുണ്ട്, അവർ പറഞ്ഞത്. അല്ല, ഇപ്പൊ ലിസ്റ്റിന് അന്ന് പറഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തുമെന്നാണ്. അങ്ങനെ വല്ല ശ്രമം ക്രിസ്ത്യനൊരു സമാധാന മാർഗം നിർദ്ദേശിച്ചെന്നുള്ളത് അവർ രണ്ടുപേരോട് ഇരുന്ന് സംസാരിച്ചത് കറക്റ്റ് അല്ലേ? എല്ലാവരും അറിയാം. ലിസ്റ്റിന്റെ ഓഫീസിലല്ലേ പത്രസമ്മേളനം നടത്തിയത്. ലിസ്റ്റിന്റെ അയാളുടെ നല്ല മനസ്സുകൊണ്ട് അയാൾ അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ. അത് നിങ്ങൾ വളച്ചൊടിക്കണ്ട. അല്ല, ലിസ്റ്റിനോട് ചോദിച്ചിരുന്നു അന്ന് ഇതൊരു ഔദ്യോഗികമായിട്ടാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചു. അത് തന്നെ അതെ, അതിൽ തെറ്റൊന്നുമില്ല. പുള്ളി ചെയ്തതിൽ തെറ്റൊന്നുമില്ല. അയാൾ ചെയ്തോട്ടെ. അത് ചെയ്ത അയാളൊരു സമവായം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അയാളുടെ നല്ല മനസ്സ്. അന്ന് പറഞ്ഞത് ആന്റണി പെരുമ്പാവൂരിനെയും സുരേഷ് ഏട്ടനെയും ഒരുമിച്ചിരുത്തി ഒരു മേശയ്ക്ക് ചുറ്റുരുത്തി വിഷയം ഈ മാസം തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കും, മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും പോകില്ലെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ചേംബർ വിശദീകരണം ചോദിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണല്ലോ. ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന ചർച്ച ചെയ്ത് തീരാവുന്ന പ്രശ്നമല്ലാതെ അല്ല, ഇപ്പം മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. ഇതിടുമ്പോൾ അത് ആലോചിക്കേണ്ടിയിരുന്നു. ഇതിടുന്ന സമയത്ത് അത് ആലോചിക്കേണ്ടിയിരുന്നു. അത് പുള്ളി ആലോചിച്ചില്ലല്ലോ. ഇപ്പം ഞാൻ ചെയ്തത് എൻ്റെ സംഘടനയ്ക്കും ബാക്കിയുള്ള സംഘടനയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്. അതല്ല എന്നും പറഞ്ഞല്ലേ പുള്ളി പോസ്റ്റ് ഇട്ടത്. എന്നെ ആര് ഏൽപ്പിച്ചു എന്നോട് ചോദിച്ചിട്ടല്ലേ. എന്നെ ഏൽപ്പിച്ച എൻ്റെ സംഘടനയാണ്. അതുകൊണ്ട് എൻ്റെ സംഘടന എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ സംഘടനയിലെ എല്ലാവരും വേണ്ടി ചർച്ച ചെയ്താണ് വാർത്താസമ്മേളനം വിളിക്കുന്നതെന്ന് ലിസ്റ്റിൻ പറഞ്ഞിരുന്നു. ലിസ്റ്റിൻ അന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് ഇത് ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കും, നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യുന്ന അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടോ? ഇല്ല, ഇനി അതിന്റെ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് ആന്റണിയോട് വിരോധമോ ദേഷ്യമോ അങ്ങനെയുള്ള കാര്യമില്ലല്ലോ. അയാൾ ഇട്ട കാര്യം തെറ്റാണ്, അത് പിൻവലിക്കണം എന്നാണ് പറഞ്ഞത്. അത് ചേംബർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇവിടുത്തെ ഞാൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ടല്ലേ പുള്ളി പോസ്റ്റ് ഇട്ടത്. ഇതൊക്കെ പറയാം. എനിക്ക് അധികാരം തന്ന ആരെന്ന് ചോദിച്ചാൽ എനിക്ക് അധികാരം തന്ന എൻ്റെ സംഘടനയാണ്. അത് പുള്ളിക്ക് അറിഞ്ഞുകൂടാതെ പോസ്റ്റ് ഇടാൻ പാടില്ല. ഒരാൾ ഒരു കാര്യം എഴുതുമ്പോഴും ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അത് ചെയ്യുമ്പോഴും അത് അന്വേഷിക്കണം എന്താണ് അങ്ങനെ പറയാനെന്നുള്ളത്. സംഘടനയ്ക്ക് വേണ്ടി താങ്കൾ സൈബർ അറ്റാക്കിന് വിധേയമായി തോന്നുന്നുണ്ടോ? അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വരട്ടെ. അതൊന്നും എന്നെ തളർത്താൻ പറ്റത്തൊന്നുമില്ല. ഈ സൈബർ അറ്റാക്ക് ഒന്നും കണ്ട് പേടിക്കുന്ന ആളൊന്നുമല്ല നിങ്ങൾ. ഇതിനെക്കാട്ടിലും എന്തൊക്കെയോ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അന്ന് ഈ സൈബറും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അതിൽ കൂടെ ഒക്കെ വന്നതാണ് നമ്മൾ. വളരെ ഇത് മോഹൻലാലിനെ ആരെങ്കിലും പോയി എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൽ ചെയ്തതാണ്. അല്ലാതെ മോഹൻലാലിന് ഞാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പേഴ്സണലായിട്ട്? എനിക്കൊന്നുമില്ല. ഇപ്പൊ മോഹൻലാൽ അത് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കതൊരു വിഷയമേ ഇല്ല. താരങ്ങളുടെ എല്ലാ പിന്തുണ ആന്റണിക്ക് അതിൽ കിട്ടിയിരുന്നു. പൃഥ്വിരാജ് ആയിക്കോട്ടെ, ടോവിനോ ആയിക്കോട്ടെ, ഒപ്പം തന്നെ മോഹൻലാൽ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ആന്റണി പെരുമ്പാവൂരിനോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. നമ്മുടെ ഇവിടെ നിൽക്കാൻ ആരുമില്ല, അത്രയല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ഇതൊന്നും അല്ല ഇവരെ ചൊടിപ്പിച്ചോ. നമ്മൾ ഈ കളക്ഷൻ വെളിവിടുന്നതാണ് ഇവർക്കൊക്കെ പ്രശ്നം. അപ്പൊ അത് കളക്ഷൻ ഇനിയും വെളിവിടും. ഈ അടുത്ത ഇപ്പം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അടുത്ത കളക്ഷൻ വരും ഈ മാസത്തെ. ഞാൻ പൃഥ്വിരാജിന്റെ കാര്യം അവിടെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റ് എന്നുള്ള കാര്യമല്ലേ പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ, അതിനെ കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഒരു പടം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്?